ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നാളെ കഴിഞ്ഞ് ക്രിസ്മസ് ആണല്ലേ. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. എല്ലാവരും ക്രിസ്മസിൻ്റെ തയ്യാറെടുപ്പുകളും തിരക്കുകളിലും ഒക്കെ ആയിരിക്കും അല്ലേ. ഞാനും അതുപോലെ തന്നെയാണ്. രാവിലെ മുതൽ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കുകളായിരുന്നു. അപ്പം നിങ്ങളും പ്ലം കേക്കൊക്കെ ഉണ്ടാക്കാറുണ്ടോ? ഞാൻ പ്ലം കേക്കിനുള്ള ഫ്രൂട്ട്സ് എല്ലാം അരിഞ്ഞിടുന്നതിൻ്റെ വീഡിയോ കാണിച്ചിരുന്നല്ലേ. അപ്പം കുറച്ചുകൂടി നേരത്തെ നമ്മൾ കേക്ക് ഉണ്ടാക്കണം. ഒരു 10 ദിവസം മുമ്പേ കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് ക്രിസ്മസ് ആകുമ്പോഴത്തേക്കും മുറിക്കാൻ പറ്റും. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇത്തവണ കേക്ക് ഉണ്ടാക്കിയത്. പക്ഷേ എന്നാലും സോഫ്റ്റ് ആയിരുന്നു കേട്ടോ, അല്ലാന്നല്ല പറയണത്. പക്ഷെ കുറച്ചുകൂടി അതിൻ്റെ വൈൻ്റെ ഒക്കെ ഫ്ലേവർ കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങാനുള്ളൊരു സമയം കിട്ടും. അങ്ങനെ രാവിലെ മുതലേ കേക്കിൻ്റെ തിരക്കുകളിലായിരുന്നു. അപ്പോൾ എല്ലാ വീടുകളിലും സന്തോഷവും സമാധാനവും ആയുരാരോഗ്യവുമുള്ള നല്ലൊരു പുതുവർഷമായിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഞാനൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ പ്ലം കേക്ക് മേടിക്കുമായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. അതിനകത്ത് ആ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ കടിക്കുന്നത് എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. കേക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയ പിന്നെയാണ് ഈ പ്ലം കേക്കിനോടുള്ള ഒരു ആരാധനയും സ്നേഹവും ഒക്കെ ഉണ്ടായത് കേട്ടോ. ഞങ്ങൾക്കിവിടെ കരോളെല്ലാം പള്ളിയിൽ വെച്ചാണ് നടക്കുന്നത്. വീടുകളിലൂടെ കരോൾ വരിക എന്ന് പറയുന്ന പരിപാടിയൊന്നുമില്ല. അപ്പം പള്ളിയിൽ വെച്ച് അടിപൊളി കരോളൊക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു. കൊയറുകാരുടെ കരോളുണ്ടായിരുന്നു, വിമൻസിൻ്റെ കരോളുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കരോൾ പാടി വരുന്നത് പോലെ തന്നെ ആണുങ്ങളുടെ ഭാഗത്തു നിന്ന് അതുപോലെ യഹൂദിയായില്ലേ എന്നുള്ള പാട്ടൊക്കെ പാടി ആ കരോളും ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. അതും പറയാതിരിക്കാനായിട്ട് പറ്റില്ല. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ രാത്രി 12 മണിക്കോ 1 മണിക്കോ ഒക്കെ ബൈക്കുകളിൽ കരോൾ പാടി വരുന്ന ഒരു സംഘം ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് വരുന്നത് അങ്ങനെയായിരുന്നു. അന്ന് ഫാമിലി ആയിട്ടൊന്നും ആയിരുന്നില്ല കരോൾ പാടി വന്നുകൊണ്ടിരുന്നത്. അപ്പം ബൈക്കിൻ്റെ സൗണ്ട് കേൾക്കാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുമായിരുന്നു. അപ്പോൾ കൊച്ചപ്പന്മാരുടെയൊക്കെ വീടുകളിൽ കരോൾ പാടി വന്നു കഴിഞ്ഞിട്ടാണ് നമ്മുടെ വീട്ടിൽ വരുന്നത്. അപ്പോൾ ഈ ചെണ്ടയൊക്കെ കൊട്ടണ ഒച്ച കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും അടുത്ത് നമ്മുടെ വീട്ടിലാണ്. എല്ലാവർക്കും പണ്ട് കാലത്ത് കരോൾ കൂടിയ ഒരു അനുഭവത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. കുഞ്ഞുങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു. ഞങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ച ഒരു കരോളായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ പുതിയ അനുഭവങ്ങളും ഇനിയുള്ള കാലത്തേക്കുള്ള നല്ലൊരു ഓർമ്മകളുമാണ്. അപ്പം നമ്മളെപ്പോഴും ചിന്തിക്കുന്ന നമ്മുടെ കുഞ്ഞു കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള നല്ല ഓർമ്മകളാണല്ലേ നമ്മുടെ കൂടെ എപ്പോഴും സഞ്ചരിക്കുന്നത്. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ അങ്ങനെയായിരുന്നു. എനിക്കെൻ്റെ ബാല്യകാലമാണ് ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. കാരണം ഞങ്ങൾ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ചാച്ചൻ്റെ ചേട്ടൻ്റെയും അനിയൻ്റെയും ആൻറ്റിമാരുടെയും ഒക്കെ മക്കൾ ഒരുമിച്ച് അടിച്ചു പൊളിച്ച ഒരു ജീവിതമായിരുന്നു ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. കുസൃതികൾ കാണിക്കാനായാലും വഴക്കുണ്ടാക്കാനായാലും സന്തോഷം പങ്കിടുവാനായാലും ഇന്നും ആ സ്നേഹബന്ധങ്ങൾക്കൊന്നും ഒരു കുറവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതും സന്തോഷം തരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഞാൻ സച്ചിക്കുട്ടനോടും റിച്ചുക്കുട്ടനോടും കുഞ്ഞുകാലങ്ങളിലെ ഞങ്ങൾ പോയ വഴികൾ എല്ലാം കാണിച്ചു കൊടുക്കും. ഞങ്ങൾ കല്ലെറിഞ്ഞ മാവുകൾ, ഞങ്ങൾ കളിച്ച് നടന്ന പറമ്പുകൾ എല്ലാം കാണിച്ചു കൊടുക്കും നാട്ടിൽ പോകുമ്പം. അപ്പോൾ അവർ ഞങ്ങളോട് പറയും, എന്തൊരു ഓർമ്മകളാണ് നിങ്ങൾക്കൊക്കെ, എന്തോരം രസകരമായ ലൈഫായിരുന്നു എന്ന്. അങ്ങനെ ഈ കുഞ്ഞുങ്ങൾക്കും വളരെയേറെ സന്തോഷ നിമിഷങ്ങൾ ഉണ്ടാവണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് സർക്കിൾ എപ്പോഴും കുഞ്ഞുങ്ങൾ ഒരുമിച്ച് നിൽക്കുവാൻ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഒത്തുകൂടാൻ ശ്രമിക്കും. അവർ തമ്മിൽ സന്തോഷത്തോടെ കളിക്കുവാനും ബഹളം വെച്ച് നടക്കുവാനും ഒക്കെ ഉള്ള അവസരങ്ങൾ ഞങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് കേക്കൊക്കെ റെഡിയാണ്. കേക്ക് മുറിക്കുമ്പോഴേ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധാരണ കത്തി വെച്ചിട്ടല്ല കേക്ക് മുറിക്കേണ്ടത്. അപ്പോൾ ആ കേക്ക് പൊടിഞ്ഞു പോകും. കേക്ക് മുറിക്കാൻ വേണ്ടി മാത്രം നമുക്ക് നൈഫ് മേടിക്കാൻ കിട്ടും. ആ നൈഫ് വെച്ച് മുറിക്കുന്ന കേക്കുകൾ പൊടിഞ്ഞു പോകാണ്ട് നല്ല കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസും നല്ലൊരു പുതുവർഷവും ആശംസിക്കുന്നു. ആരോഗ്യവും ആയുസ്സും.
സമ്പൽ സമൃദ്ധിയും നൽകി സമാധാനവും സന്തോഷവും നൽകി എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ബായ്.